Today we are going to discuss about cholinergic system. Okay. First of all, we talk about those neurons which are releasing acetylcholine as neurotransmitter. Okay, എന്താണ് acetylcholine? So those neurons which release acetylcholine as neurotransmitters are cholinergic neurons. അപ്പം ഏത് ന്യൂറോൺ ആണോ അസറ്റൈൽകൊളൈൻ റിലീസ് ചെയ്യുന്നത് ആ ന്യൂറോൺസ് എല്ലാം എന്താണ് കോളിനർജിക് ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോളിനർജിക് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ആസ് വെൽ ആസ് സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ അല്ലേ. കോളിനർജിക് സിസ്റ്റം പാരാസിമ്പത്തറ്റിക്കുമായിട്ട് റിലേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ആയിട്ടും റിലേറ്റഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പാരാസിമ്പത്തറ്റിക് ന്യൂറോൺസ് ദേ ആർ പ്രീ ഗാംഗ്ലിയോണിക് ആൻഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് അല്ലേ. പാരാസിമ്പത്തറ്റിക്കിനകത്ത് നിങ്ങൾക്ക് കാണാം, ആ പിക്ചറിനകത്ത് നോക്കിക്കേ, പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ പ്രീ ഗാംഗ്ലിയോണിക് ഉണ്ട്, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഉണ്ട്. രണ്ടിൻ്റെയും ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽകൊളൈൻ ആണ്. കം ടു സിമ്പത്തറ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റർ നോക്കിയാൽ സിമ്പത്തറ്റിക്കിൻ്റെ പ്രീ ഗാംഗ്ലിയോണിക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അസറ്റൈൽകൊളൈൻ ആണ്. ഫ്രം അസറ്റൈൽകൊളൈനിൽ നിന്ന് പിന്നെ നെക്സ്റ്റ് പോസ്റ്റ് ഗാംഗ്ലിയോണിക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ് എന്ത്, എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, അപ്പം ആദ്യത്തെ ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇനർവേറ്റ് ചെയ്യുന്ന, അതായത് സ്പൈനൽ കോഡിൽ നിന്ന് ഇനർവേറ്റ് ചെയ്യുന്ന ഏത് ന്യൂറോണും ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, അസറ്റൈൽകൊളൈൻ ആയിരിക്കും. ഓക്കെ, ഈവൻ ഇൻ ദ മോട്ടോർ ന്യൂറോൺ, സൊമാറ്റിക് മോട്ടോർ ന്യൂറോൺ ആർ ആൾസോ റിലീസിങ് അസറ്റൈൽകൊളൈൻ. അപ്പോൾ ഇതെല്ലാം ഏതിൻ്റെ അടിയിലാണ് വരുന്നത്, കോളിനർജിക് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സിമ്പത്തറ്റിക്ക് നമുക്കറിയാം അതിൻ്റെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്ങിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിൻ ആണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ ചില കേസുകളിൽ ഈവൻ ദ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്ങിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അസറ്റൈൽകൊളൈൻ ആണ്. ഓക്കെ, അപ്പം അങ്ങനത്തുള്ള കേസ് എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാൽ സ്വെറ്റ് ഗ്ലാൻസ് ഇൻ സ്കിൻ, ചില ബ്ലഡ് വെസൽസിലും എല്ലാം എന്താണ്, ഈവൻ ദ സിമ്പത്തറ്റിക് നെർവ് എൻഡിങ് ഈസ് റിലീസിങ് അസറ്റൈൽകൊളൈൻ. ഓക്കെ, എവിടെയാണ് പ്രത്യേകം ഓർത്ത് വെക്കുക, സ്വെറ്റ് ഗ്ലാൻസ് ഇൻ സ്കിന്നിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. നോക്കിക്കേ, പാരാസിമ്പത്തറ്റിക് ന്യൂറോണിനെ കുറിച്ച്. ഇൻ കോൺട്രാസ്റ്റ് ടു സിമ്പത്തറ്റിക് സിസ്റ്റം, പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ആർ ലോങ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രീ ഗാംഗ്ലിയോണിക് നല്ല ലോങ് ആയിരിക്കും ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് സ്പൈനൽ കോഡിൽ നിന്ന് ആ എഫക്റ്റർ ഓർഗാൻ്റെ അടുത്തായിരിക്കും നമുക്ക് ഗാംഗ്ലിയ തന്നെ കാണാൻ കഴിയുക. ഓക്കെ, അപ്പം അതിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും, പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സിൻ്റെ ലെങ്ത്ത് കൂടുതലും, അതേസമയം പോസ്റ്റ് ഗാംഗ്ലിയോണിക് ലെങ്ത്ത് കുറവുമായിരിക്കും. ഓക്കെ, സോ ദീസ് ഗാംഗ്ലിയ യു ക്യാൻ സീ നിയർ ദ ഓർഗാൻസിന് അടുത്തായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഗാംഗ്ലിയ കാണാൻ സാധിക്കുക. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ പാരാസിമ്പത്തറ്റിക് ന്യൂറോൺ മാത്രം. ഓക്കെ, അപ്പോൾ പാരാസിമ്പത്തറ്റിക് ന്യൂറോണിൻ്റെ സെൽ ബോഡി എപ്പോഴും പ്രസൻറ്റ് ചെയ്തേക്കുന്നത് രണ്ടിടത്തായിരിക്കും. ഒന്ന് നമ്മളുടെ ബ്രെയിനിലും, രണ്ടാമത്തത് അങ്ങ് സാക്രം ഏരിയയിലും ആയിരിക്കും. സാക്രത്തിനകത്ത് സ്പൈനൽ ഏരിയയിൽ, സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും ലാസ്റ്റായ സാക്രം ഏരിയയിലുമായിരിക്കും നമുക്ക് പാരാസിമ്പത്തറ്റിക്കിൻ്റെ സെൽ ബോഡി കാണാൻ കഴിയുക. അതുപോലെ തന്നെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോണിൻ്റെ സെൽ ബോഡി, അതായത് സോമ കാണാൻ കഴിയുന്നത്, സോമ ഈസ് യു ക്യാൻ സീ സോമ നിയർ ദ ടാർജറ്റ് ഓർഗാൻ്റെ അടുത്തായിട്ടായിരിക്കും കാണാൻ കഴിയുക. അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ഫ്രം പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിനാപ്പ് ഈസ് അസറ്റൈൽകൊളൈൻ ഓർ നൈട്രിക് ഓക്സൈഡ്. അപ്പം അതും ഓർത്ത് വെച്ചേക്കുക, അസറ്റൈൽകൊളൈനോ അല്ലെങ്കിൽ നൈട്രിക് ആസിഡോ ആയിരിക്കും. ഓക്കെ, ദ ടാർജറ്റ് ഓർഗാനകത്ത് നമുക്ക് ഉണ്ടാകുന്ന റെസ്പോൺസ് എപ്പോഴും റെസ്റ്റ് ഡൈജസ്റ്റ് റെസ്പോൺസ് ഈസ് ആക്ടിവേറ്റഡ്. നമ്മളെപ്പോഴും റെസ്റ്റിലിരിക്കുമ്പോഴായിരിക്കും ഡൈജസ്റ്റും എലിമിനേഷനും ഒക്കെ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് പാത്ത് വേ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നായിരിക്കും. ബ്രെയിനിൽ എവിടെയാണെന്ന് വെച്ചാൽ മിഡ് ബ്രെയിനിലെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്നായിരിക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ന്യൂക്ലിക് ഏരിയയിൽ നിന്നായിരിക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രേനിയൽ ഔട്ട്ഫ്ലോ മൊത്തത്തിൽ 4 ഓക്കെ, ബ്രെയിനിൽ നിന്നുള്ളത് 4 ഏതൊക്കെയാണ്, ക്രേനിയൽ CN ഇട്ടേക്കുന്നത് ക്രേനിയൽ ഔട്ട്ഫ്ലോ എന്നാണ്. ക്രേനിയൽ 3, ക്രേനിയൽ 7, ക്രേനിയൽ 9 ആൻഡ് ക്രേനിയൽ 10. ഓക്കെ, ഏതൊക്കെയായിരുന്നു, 3, 7, 9, 10. ഓക്കെ, ഈ നെർവ്സിൽ നിന്നാണ് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ വെളിയിലോട്ട് വരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞത് നമുക്ക് സാക്രം ഏരിയയിലുള്ളതുണ്ട്. അത് ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ S2
ടു S4, S2, S3, S4 മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ, വി ആർ പെൽവിക് സ്പ്ലാങ്കനിക്സ്, അതായത് പെൽവിക് സ്പ്ലാങ്കനിക് നെർവ്സ് ആണ് ഈ ബോട്ടം ഏരിയ അല്ലെങ്കിൽ സാക്രം ഏരിയയിൽ നിന്ന് എറൈസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ വാഗസ് നെർവ് ആണ്. വാഗസ് നെർവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 10th ക്രേനിയൽ നെർവ് ആണ് വാഗസ് നെർവ് എന്ന് പറയുന്നത്. കാരണം വാഗസ് നെർവ് ആണ് ആൾമോസ്റ്റ് എല്ലാ പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോയ്ക്കും നമ്മളെ തൊറാസിക് ഏരിയ, ഹേർട്ടിൽ, നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ മേജർ ഓർഗാൻസ് ആർ സപ്ലൈഡ് ബൈ വാഗസ് നെർവ് അല്ലേ. നോക്കി, ഈ ഹേർട്ടിൽ സപ്ലൈ പോകുന്നുണ്ട്, ലങ്സിൽ പോകുന്നുണ്ട്, ലിവറിൽ പോകുന്നുണ്ട്, നമ്മളെ GIT സിസ്റ്റത്തിൽ പോകുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതൊരു മേജറായിട്ടുള്ളൊരു ഏരിയയാണ് ഈ 10th വാഗസ് നെർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനാപ്സ് ഇൻ ഗാംഗ്ലിയ വിത്തിൻ ദ വാൾ ഓഫ് ദ ടാർഗറ്റ് ഓർഗൻ, എക്സാമ്പിൾ എൻട്രിക് പ്ലെക്സസ് ഓഫ് GI ട്രാക്ട്, സാക്രൽ ഔട്ട്ഫ്ലോ. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഗാംഗ്ലിയ എന്ന് തന്നെ നിങ്ങൾക്ക് മേളിലുള്ളതിനെല്ലാം ഗാംഗ്ലിയ കാണാൻ പറ്റും അല്ലേ. ഇപ്പം ആദ്യത്തേനാണെങ്കിൽ ക്രാനിയൽ ഔട്ട്ഫ്ലോ 3ക്കാണെങ്കിൽ നിങ്ങൾക്ക് സീലിയറി ഗാംഗ്ലിയോൺ കാണാൻ പറ്റും അല്ലേ, വിച്ച് ഈസ് ഗോയിങ് ടു അവർ ഐ. അടുത്തതെന്ന് പറയുന്നത് 7ലാണെങ്കിലും പെട്രിഗോ പാലറ്റൈൻ ഗാംഗ്ലിയോൺ വിച്ച് ഈസ് ഗോയിങ് ടു അവർ സബ്ലിംഗ്വൽ ഓർ സബ് മാൻഡിബുലർ ഗ്ലാൻസിലോട്ട് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്കൊരു ഗാംഗ്ലിയോൺ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒട്ടിക് ഗാംഗ്ലിയോൺ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ വാഗസിൻ്റെ ഗാംഗ്ലിയോൺ എപ്പോഴും ടാർജറ്റ് ഓർഗാൻ്റെ അവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, ആ ടാർജറ്റ് ഓർഗാൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുക? ഗാംഗ്ലിയോൺ കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിയാൽ ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ ആ ഹേർട്ടിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് എന്താ ആ ഗാംഗ്ലിയോൺ കാണാൻ സാധിക്കുക. ഓക്കെ, സോ നമുക്ക് ആ ബ്രെയിൻ സ്റ്റെമ്മിനെ എറൈസ് ചെയ്യുന്ന ന്യൂറോൺസിനെ കുറിച്ച് നോക്കിക്കേ. ഫസ്റ്റ് ക്രേനിയൽ നെർവ് നോക്കി, ഫസ്റ്റ് ക്രേനിയൽ അല്ല, തേർഡ് ക്രേനിയൽ നെർവ് വിച്ച് ഈസ് ഒക്കുലോമോട്ടോർ ന്യൂറോൺ. ഓക്കെ, ഒക്കുലോമോട്ടോർ ന്യൂറോൺ ഇറ്റ് ഈസ് ഫോമിങ് എ സീലിയറി ഗാംഗ്ലിയോൺ. കണ്ടോ, ഒരു സീലിയറി ഗാംഗ്ലിയോൺ മേക്കപ്പ് ചെയ്തു. അതിനുശേഷം ഈസ് ഗോയിങ് ടു ഐ. ഓക്കെ, നോക്കിക്കേ, ഒക്കുലോമോട്ടോർ ന്യൂറോൺ, സീലിയറി ഗാംഗ്ലിയോൺ, ഇറ്റ്സ് എ പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ഈസ് ടു ഐ. അപ്പം അവിടെ അത് ആക്ട് ചെയ്യുന്നത് എവിടെയൊക്കെ ആയിരിക്കും? മസിൽസിലായിരിക്കും അല്ലേ. കണ്ണിനകത്തുള്ള സീലിയറസ് മസിൽസിലും ഐറിസിനകത്തുള്ള സ്പിൻഡർ ന്യൂക്ലിയക്കകത്തും ആയിരിക്കും എന്താ ഇന്നർവേഷൻ ഉള്ളത്? ഈ സീലിയറി ഗാംഗ്ലിയോണിൽ നിന്നുള്ള പാരാസിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ, ആ ന്യൂറോണിന് ഇന്നർവേഷൻ ഉള്ളത് 2 ഏരിയയിലാണ് കണ്ണിനകത്ത്. ഏത് മസിൽസിലാണ്? സീലിയറസ് മസിൽസിലും ഐറിസിലുള്ള സ്പിൻഡർ ന്യൂക്ലിയസിലുമാണ് അതിൻ്റെ ആക്ഷൻ. ഓക്കെ, അടുത്തതെന്ന് നോക്കിക്കുക, ഫേഷ്യൽ ന്യൂറോൺ, അതായത് 7th ക്രേനിയൽ നെർവ്. 7th ക്രേനിയൽ നെർവിന് 2 ഗാംഗ്ലിയോണിക് ഫോർമേഷനുണ്ട്. ഏതൊക്കെയാണ് നോക്കിക്കേ? പെട്രിഗോ പാലറ്റൈൻ ഗാംഗ്ലിയോണും ഉണ്ട്, സബ് മാൻഡിബുലർ ഗാംഗ്ലിയോണും ഉണ്ട്. നിങ്ങൾക്ക് 2 എണ്ണം കാണാൻ പറ്റും അല്ലേ. നോക്കിയാൽ 7th ഗാംഗ്ലിയോൺ ഒന്ന് ആ സീലിയറി ഗാംഗ്ലിയോണിൻ്റെ തൊട്ട് മുകളിലും ഒന്ന് താഴെയും അല്ലേ. പെട്രിഗോ പാലറ്റൈൻ ഗാംഗ്ലിയോൺ വിച്ച് ഈസ് ഇന്നറേറ്റിംഗ് ഇൻ ടു ദി ലാക്രിമൽ ഗ്ലാൻഡ് അല്ലേ. കണ്ണിൻ്റെ ലാക്രിമൽ ഗ്ലാൻഡിലോട്ടാണ് അതിൻ്റെ ഇന്നവേഷൻ ഉള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡിലോട്ടാണ് രണ്ടാമത്തെ ഇന്നർവേഷൻ ഉള്ളത്, അതായത് പാരാസിമ്പത്തറ്റിക്കിൻ്റെ ആക്ടിവേഷൻ ഉള്ളത്. എങ്ങോട്ടാണ്? ഒന്ന് ലാക്രിമലിലോട്ടും ഒന്ന് സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡിലോട്ടും. അടുത്ത നോക്കിക്കേ, അടുത്ത ഏതാണ്? നമ്മളുടെ 9th ആണല്ലേ, ഗ്ലാസോ ഫരഞ്ചിയൽ ന്യൂറോൺ. ഗ്ലാസോ ഫരഞ്ചിയൽ ന്യൂറോൺ, അതായത് 9th ക്രേനിയൽ ഗ്ലോസോ ഫരഞ്ചിയൽ ന്യൂറോൺ. അതിൻ്റെ ഗാംഗ്ലിയോൺ ഏതാണ്? ഒട്ടിക് ഗാംഗ്ലിയോൺ ആണ്. ഒട്ടിക് ഗാംഗ്ലിയോൺ ഫ്രം ഒട്ടിക് ഗാംഗ്ലിയോൺ ഈസ് ഗോയിങ് ടു പാരോട്ടിഡ് സലൈവറി ഗ്ലാൻഡ്. എങ്ങോട്ടാണ്? പാരോട്ടിഡ് സലൈവറി ഗ്ലാൻഡിലോട്ടാണ് അതിൻ്റെ ഇന്നോവേഷൻ ഉള്ളത്. അടുത്തതെന്ന് പറയുന്നത് വാഗസ് നെർവ് ആണ്, അതായത് 10th ക്രേനിയൽ നെർവ് ആണ് വാഗസ് നെർവ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇന്നോവേഷൻ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ഇൻറ്റേർണൽ ഓർഗാൻസ്, അതായത് മോസ്റ്റ് ഓഫ് ദ ഇൻറ്റേർണൽ ഓർഗാൻസിനെ കവർ ചെയ്യുന്നത് എന്താണ്? 10th വാഗസ് നെർവ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. നെക്സ്റ്റ് വാഗസ് നെർവിൻ്റെ ആണ്. വാഗസ് നെർവിൻ്റെ എങ്ങോട്ടൊക്കെയാണ് അതിൻ്റെ ഇന്നോവേഷൻസ് നോക്കാം. വാഗസ് നെർവിൻ്റെ ഫസ്റ്റ് നമുക്ക് കാർഡിയക് പ്ലെക്സസ് നോക്കാം. ഹേർട്ട്, ഫ്രം കാർഡിയക് പ്ലെക്സസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് നിങ്ങൾക്ക് ആ എഫക്റ്റഡ് ഓർഗാൻ്റെ അവിടെ തന്നെയാണ് അതിൻ്റെ ആ പോസ്റ്റ് ഗാംഗ്ലിയോണിക്
എന്ന് പറയുന്നത്. ഓക്കെ, അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നത് ജസ്റ്റ് ആ ടാർഗറ്റ് ഓർഗാനിൻ്റെ അവിടെ തന്നെയാണ് അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൾമറി പ്ലെക്സസ് ആണ്, വിച്ച് ഈസ് റിലീസിങ് ടു ദ ലങ്സ് അല്ലെങ്കിൽ ബ്രോങ്കിയൽ ട്രീയിലോട്ട് റിലീസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് അടുത്ത ഈസോഫാഗൽ പ്ലെക്സസ് ഇസ് റിലീസിങ് ടു ഈസോഫാഗസ്. ഓക്കെ, അതുപോലെ തന്നെ സീലിയാക് ഗാംഗ്ലിയോൺ ഉണ്ട്, ആൻഡ് അബ്ഡോമിനൽ അയോട്ടിക് പ്ലെക്സസ് ഉണ്ട്. ദീസ് ഓൾ ആർ innervating to the gastrointestinal tract, which is vagus nerve is supplying acetylcholine to stomach, liver, gallbladder, spleen, pancreas, kidney and ureter, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് കോളൻ. ഓക്കെ, ഇൻ സ്മാൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഈ ഏരിയയിലെല്ലാം എന്തുണ്ട്? വാഗസ് നെർവിൻ്റെ ഇന്നർവേഷൻ ഉണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് 3 sacral nerves, sacrum output S2, S3 and S4 എന്നാണ് ആ ഔട്ട്പുട്ട് വരുന്നത്. pelvic splanchnic nerves, so they are forming inferior hypogastric plexus, and from there it's innervating to pelvic nerve, that is ovary, to uterus, to penis, to scrotum and also to the bladder. ഓക്കെ, ഇത് 3 ലാസ്റ്റ് 3 സാക്രം ഔട്ട്പുട്ടിൽ ഉള്ളത്. സോ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. ഇത് ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, പാരാസിമ്പത്തറ്റിക്കിന് എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട് എന്നുള്ള. നമ്മൾ റെസ്റ്റിലിരിക്കുമ്പം നമ്മളെ ബോഡിയിൽ ആക്ടിവേറ്റ് ആവുന്നതാണ് എന്ത്? പാരാസിമ്പത്തറ്റിക് അല്ലേ. റെസ്റ്റ്, ഡൈജസ്റ്റ്, എലിമിനേറ്റ്, ഈ 3 കാര്യങ്ങളാണ്. റെസ്റ്റ്, ഡൈജസ്റ്റ്, എലിമിനേറ്റ്, ഈ 3 കാര്യങ്ങളാണ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിൻ്റെ ആക്ഷനിൽ വരുന്നത്. അപ്പം ഇറ്റ് മെയിൻറ്റെയിൻസ് എസെൻഷ്യൽ ബോഡി ഫങ്ഷൻസ് സച്ച് ആസ് ഡൈജസ്റ്റീവ് പ്രോസസ്, എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. Okay, and it also oppose to or balance the action of the sympathetic division. അതായത് നമ്മളുടെ ആ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക്കിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ചില കേസസേ ഉള്ളൂ ഒരു എക്സ്ക്ലൂസീവായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നത്. അതായത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. മോസ്റ്റ്ലി അത് ഒപ്പോസ് ചെയ്തായിരിക്കും അതിൻ്റെ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ, അതായത് സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻഹിബിറ്റ് ദ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് സിമ്പത്തറ്റിക്. ഓക്കെ, അങ്ങനെയായിരിക്കും മോസ്റ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുക. ചില കേസസിൽ റെയറായിട്ട് ഇപ്പം ഈവൻ ഇൻ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ കേസസൊക്കെ വരുമ്പം മാത്രമാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഒന്നിച്ച് ഒരു അവസ്ഥ വരുന്നത്. പിന്നെ പാരാസിമ്പത്തറ്റിക് ഈസ് നോട്ട് എ ഫങ്ഷണൽ എൻറ്റിറ്റി ആസ് സച്ച്, ഇറ്റ് നെവർ ഡിസ്ചാർജ് ആസ് എ കംപ്ലീറ്റ് സിസ്റ്റം. നമ്മളിപ്പോൾ സിമ്പത്തറ്റിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റത്തിനകത്തുള്ള നെർവിൻ്റെ ആ ഇന്നർവേഷൻ അതിൻ്റെ ഒരു ഡിഫ്യൂസിങ് മെക്കാനിസമാണ്. അതായത് അതെല്ലാം അറ്റ് എ ടൈമാണ് ഫയർ ചെയ്യുന്നത് അല്ലേ. ആ സിമ്പത്തറ്റിക്കിൻ്റെ നെർവ്സ് എല്ലാം ഫയർ ചെയ്യുന്നത് അറ്റ് എ ടൈമാണോ, അറ്റ് എ ടൈം എല്ലാത്തിൽ നിന്നും നമ്മൾ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും റിലീസ് ചെയ്ത് അറ്റ് എ ടൈമാണ് എല്ലാ ബോഡി ഫങ്ഷനും ആക്ടിവേറ്റ് ആകുന്നത്. കാരണം നമ്മളുടെ പുറകിലൊരു പട്ടിയെ നമ്മളെ ഓടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു സിസ്റ്റം മാത്രമല്ല അപ്പം വർക്ക് ചെയ്യേണ്ടത്, അത് സ്റ്റിമുലേറ്റ് ആകേണ്ടത്. നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടും സ്റ്റിമുലേറ്റ് ആയാലേ പറ്റുള്ളൂ. ഹാർട്ടിൻ്റെ സ്റ്റിമുലേഷൻ ഇൻക്രീസ് ചെയ്യണം, ലങ്സിൻ്റെ ആ ബ്രോങ്കിയസ് ഡയലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കെൽറ്റൽ മസിൽസിനകത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യണം. അപ്പം അതെല്ലാം അറ്റ് എ ടൈം നടക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം വേണ്ട. ഓക്കെ, അതിന് സ്പെസിഫിക് ആയിട്ട് വേണം അതിൻ്റെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ ഒന്നിച്ച് നമുക്കൊരു ഡിസ്ചാർജ് നടന്നാൽ, അതായത് പാരാസിമ്പത്തറ്റിക് നെർവ്സ് എല്ലാം അറ്റ് എ ടൈം സ്റ്റിമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി എ ഡിസൈറബിൾ ഫാക്ടർ. അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. ഇറ്റ്സ് അൺഡിസൈറബിൾ ആൻഡ് അൺപ്ലസൻറ്റ് സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എല്ലാം അറ്റ് എ ടൈം സ്റ്റിമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ണിലാണെങ്കിൽ ലാക്രിമേഷൻ ഉണ്ടാകും, സലൈവേഷൻ ഉണ്ടാകും, അതേസമയം തന്നെ ബ്രാഡിക്കാർഡിയ ഉണ്ടാകും, അതുപോലെ സലൈവറി ഗ്ലാൻസ് എല്ലാം സെക്രീറ്റ് ആകും, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും, ഡിഫിക്കേഷൻ നടക്കും, യൂറിനേഷൻ നടക്കും.
ഓക്കെ, അപ്പം ഇതെല്ലാം അപ്പം അങ്ങനെയല്ല നടക്കേണ്ടത്. എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നടക്കാനായിട്ട്, അല്ലേ? അപ്പോൾ ഫുഡ് കൊണ്ട് വെക്കുമ്പം സലൈവറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യണം. അതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യണം? ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രേഷൻ ഇൻക്രീസ് ചെയ്യണം, അല്ലേ? അപ്പം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ടൈമിൽ മാത്രമേ അത് സ്റ്റിമുലേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഈസ് നോട്ട് എ ഫങ്ഷണൽ എൻറ്റിറ്റി ആസ് സച്ച് ആൻഡ് ഇറ്റ് നെവർ ഡിസ്ചാർജ് ആസ് എ കംപ്ലീറ്റ് സിസ്റ്റം. ഇഫ് ഇറ്റ് ഡിഡ്, it would produce massive, undesirable and unpleasant symptom. Instead, discrete parasympathetic fibers are activated separately and the system function to affect specific organ as such as stomach or eye. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാൻസിൽ മാത്രമായിരിക്കും. സ്റ്റൊമക്കിലാണെങ്കിൽ സ്റ്റൊമക്ക്, ഐയിലാണെങ്കിൽ ഐ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടായിരിക്കും എപ്പോഴും എന്തിൻ്റെ ആക്ഷൻ വരുന്നത്? പാരാസിമ്പത്തറ്റിക്കിൻ്റെ ആക്ഷൻ വരുന്നത്. ന്യൂറോ ട്രാൻസ്മിഷൻ ഇൻ കോളിനർജിക് ന്യൂറോൺസ് 6 സ്റ്റെപ്സ് വഴിയാണ് നടക്കുന്നത്. ദ ഫസ്റ്റ് 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിന്തസിസ്, സ്റ്റോറേജ്, റിലീസ് ആൻഡ് ബൈൻഡിങ് ഓഫ് അസറ്റൈൽ കൊളൈൻ ടു എ റിസെപ്റ്റർ. ഇത് ഇത്രയാണ് ആദ്യത്തെ 4 സ്റ്റെപ്പ്. ഫോളോഡ് ബൈ 5th സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഡിഗ്രഡേഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ സിനാപ്റ്റിക് ഗ്യാപ്പ്. സിനാപ്റ്റിക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദാറ്റ് ഇസ് എ സ്പേസ് ബിറ്റ്വീൻ ദ നെർവ് എൻഡിങ് ആൻഡ് അഡ്ജസൻറ്റ് റിസെപ്റ്റർ ലൊക്കേറ്റഡ് ഓൺ ദ നെർവ്സ് ഓർ ദ എഫക്റ്റർ ഓർഗൻ. ആൻഡ് ദ 6th സ്റ്റെപ്പ് ഈസ് റീസൈക്ലിംഗ് ഓഫ് കൊളൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൊത്തത്തിലുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, 6 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ന്യൂറോ ട്രാൻസ്മിഷൻ അറ്റ് കോളിനർജിക് ന്യൂറോൺസ്. എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നത്? സോ നമുക്കറിയാം, നമ്മളുടെ ഇവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ ആണ്. അസറ്റൈൽ കൊളൈൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ്? കൊളൈനും അസറ്റൈൽ കോ എയുമാണ്, അല്ലേ? എന്താണ്? അസറ്റൈൽ കോ എയും പിന്നെ കൊളൈനുമാണ്. സോ എവിടെ നിന്നാണ് ഈ കൊളൈൻ വരുന്നത്? ഫ്രം കൊളൈൻ, ഫ്രം വെയർ വി വിൽ ഗെറ്റ് കൊളൈൻ. സോ കൊളൈൻ സാധാരണ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്നാണ് നമുക്ക് കൊളൈൻ കിട്ടുന്നത്. ഓക്കെ, ഫ്രം ഇറ്റ് ഗോസ് ടു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എന്തുണ്ട്? നമ്മളെ നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ നെർവ് എൻഡിങ്ങിൽ നിന്ന് ത്രൂ സോഡിയം കൊളൈൻ ട്രാൻസ്പോർട്ടർ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഈ കൊളൈൻ നമ്മളുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് സോഡിയം കൊളൈൻ ട്രാൻസ്പോർട്ടർ വഴി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്തോട്ട്, അതായത് നെർവ് എൻഡിങ്ങിനകത്തോട്ട് എൻട്രി ചെയ്യുന്നു. ഓക്കെ, അപ്പം കൊളൈൻ വരുന്ന, അതായത് നമ്മളെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ കൊളൈൻ വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഈ കൊളൈൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മാത്രം വന്നാൽ പോരാ, നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തും കൊളൈൻ വരണം, അല്ലേ? എങ്കിലല്ലേ അസറ്റൈൽ കൊളൈൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഹൗ കൊളൈൻ ഈസ് റീച്ചിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം? കൊളൈൻ ഒരിക്കലും ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിയില്ല. ദെൻ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം? അപ്പോൾ എന്ത് ചെയ്യും? കൊളൈൻ എന്ത് ചെയ്യും? മിടുക്കനായിട്ട് ഒരു ലിപ്പിഡുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും. കൊളൈൻ ഇറ്റ് കമ്പൈൻ വിത്ത് എ ലിപ്പിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇറ്റ് കൺവേർട്ട് ഇൻറ്റു ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫോസ്ഫാറ്റിഡൈൽ കൊളൈനായിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഈസിലി എൻ്റർ ഇൻ ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ എവിടെ എൻ്റർ ചെയ്യാൻ പറ്റും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. where it break down and choline is released into the central nerve. Once ലിപ്പിഡായിട്ട് മാറിയതിന് ശേഷം, അതായത് ഫോസ്ഫാറ്റിഡൈൽ കൊളൈനായിട്ട് മാറിയതിന് ശേഷം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എൻ്റർ ചെയ്യും. അവിടെ ചെന്നത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കൊളൈനായിട്ട് റിലീസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തുന്നത്? കൊളൈൻ എത്തുന്നത്. ഓക്കെ, അടുത്തത് നമ്മളുടെ അസറ്റൈൽ കോ എ. കൊളൈൻ എത്തി, അസറ്റൈൽ കോ എ വരണം, അല്ലേ? എങ്കിലല്ലേ അസറ്റൈൽ കൊളൈൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അസറ്റൈൽ കോ എ, ഫ്രം വെയർ വി ആർ ഗെറ്റിംഗ് അസറ്റൈൽ കോ എ? ഫ്രം മൈറ്റോകോൺട്രിയ. അപ്പം എല്ലാ നെർവ് എൻഡിങ്ങിലും എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്, അല്ലേ? അപ്പോൾ ആ മൈറ്റോകോൺട്രിയയിൽ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? സിന്തസൈസ് ചെയ്ത് സൈറ്റോസോളിലോട്ട് എന്ത് റിലീസ് ചെയ്യും? അസറ്റൈൽ കോ എ റിലീസ് ചെയ്യുന്നത്. അതെവിടെയെന്ന് വെച്ചാൽ ഈ പൈറുവിക് ആസിഡ്, പൈറുവേറ്റ്, ആ ഒരു ക്രെബ്സ് സൈക്കിളും ഒക്കെ ഇല്ല, സിട്രിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? ഈ അസറ്റൈൽ കോ എ വരുന്നത്. ഓക്കെ, സോ ഈ അസറ്റൈൽ കോ എയും കൊളൈനും കൂടെ കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്? അസറ്റൈൽ കോ എയും കൊളൈനും കൂടെ കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്? അസറ്റൈൽ കൊളൈൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ അസറ്റൈൽ കൊളൈനും അസറ്റൈൽ കോ എയും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ചുമ്മാ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദർ ഈസ് ദ പ്രസൻസ് ഓഫ് എൻസൈം. ഒരു എൻസൈമിൻ്റെ പ്രസൻസിലാണ് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ എൻസൈമിൻ്റെ പേരെന്താണ്? കൊളൈൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. എന്താണ് ആ എൻസൈമിൻ്റെ പേര്? കൊളൈൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്
Step 2, storage of acetylcholine in vesicles. So once acetylcholine is synthesized, acetylcholine is packed into vesicles. അപ്പം ഈ acetylcholine സിന്തസൈസ് ചെയ്ത ഉടനെ തന്നെ അതിനെ എന്ത് ചെയ്യും, പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിസ്ട്രക്റ്റ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് ഉടനെ തന്നെ അതിനെ നമുക്ക് പാക്ക് ചെയ്തൊരു വെസിക്കിൾസിനകത്താണ് വെക്കുന്നത്. ഹൗ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു എ വെസിക്കിൾ. എങ്ങനെയാണ് ആ വെസിക്കിളിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്? ത്രൂ എ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടർ കാൾഡ് വെസിക്കുലാർ അസറ്റൈൽകൊളൈൻ ട്രാൻസ്പോർട്ട്. എന്താണ് അതിൻ്റെ പേര്? വെസിക്കുലാർ അസറ്റൈൽകൊളൈൻ ട്രാൻസ്പോർട്ട്. ആ ഒരു ട്രാൻസ്പോർട്ടർ വഴിയാണ് അസറ്റൈൽകൊളൈൻ വെസിക്കിൾസിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വെസിക്കുലാർ അസറ്റൈൽകൊളൈൻ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു ആൻറ്റിപോർട്ടാണ്. ആൻറ്റിപോർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിനെ അകത്തോട്ട് എടുക്കുമ്പം അടുത്തതിനെ വെളിയിലോട്ട് കളയും അല്ലേ. അപ്പം ഇറ്റ് ടേക്സ് ഇൻ അസറ്റൈൽകൊളൈൻ ആൻഡ് റിലീസസ് ഔട്ട് എഫ്ലെക്സ് ഔട്ട് ഓഫ് എ പ്രോട്ടോൺ ഹൈഡ്രജനെ എച്ചിനെ വെളിയിലോട്ട് കളയുകയും ചെയ്യും, ഒരു പ്രോട്ടോണിനെ വെളിയിൽ കളയുകയും ചെയ്യും, അസറ്റൈൽകൊളൈനെ അകത്തോട്ട് എടുക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അസറ്റൈൽകൊളൈൻ വെസിക്കിളിനകത്ത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ വെസിക്കിൾ എന്ത് ചെയ്യേണ്ട മേഡപ്പ് ചെയ്തേക്കുന്നത് വെച്ചാൽ ലിപ്പിഡ് മെംബ്രെയിൻ കൊണ്ടാണ് ഈ വെസിക്കിൾ മേഡപ്പ് ചെയ്തേക്കുന്നത്, തോർത്ത് വെച്ചേക്കുക. പിന്നെ മെച്യൂർ ആയിട്ടുള്ളൊരു വെസിക്കിളിനകത്ത് അസറ്റൈൽകൊളൈൻ മാത്രമല്ല, അസറ്റൈൽകൊളൈൻ എപ്പോഴും പോസിറ്റീവ് ചാർജാണ്, അത് ഓർത്ത് വെച്ചേക്കുക. അസറ്റൈൽകൊളൈൻ ഈസ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ അസറ്റൈൽകൊളൈനെ എല്ലാം കൂടി നമ്മൾ അതിനകത്ത് പിടിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗെറ്റ് റിപ്പൽ അല്ലേ, അതെല്ലാം കൂടെ റിപ്പൽ ആവും, അത് ബ്ലാസ്റ്റ് ചെയ്യാൻ, ലീക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ദർ ഈസ് നോട്ട് ഓൺലി അസറ്റൈൽകൊളൈൻ മാത്രമല്ല ആ വെസിക്കിളിനകത്തുള്ളത്. അസറ്റൈൽകൊളൈനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടാവും? അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്, അതായത് ATP ഉണ്ടാവും, പിന്നെ പ്രോട്ടിയോഗ്ലൈക്കാനും ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? ATPയും പ്രോട്ടിയോഗ്ലൈക്കാനും. ഓർത്തുള്ള ATP ഒക്കെ നെഗറ്റീവ് ചാർജാണ്, അപ്പം എന്തുണ്ടാവില്ല? റിപ്പൽഷൻ, അതായത് തമ്മിൽ പോസിറ്റീവും ഉണ്ടാകുന്ന ആ റിപ്പൽഷൻ ഉണ്ടാവില്ല, അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഈ ATP ഹാസ് ബീൻ സജസ്റ്റഡ് ടു ബി എ കോ ട്രാൻസ്മിറ്റർ. അതൊരു കോ ട്രാൻസ്മിറ്റർ ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ സോ ഈ ATPക്കും പ്രോട്ടിയോഗ്ലൈക്കാനും അത് മാത്രമല്ല യൂസ്, അത് ഈ നമ്മളുടെ അസറ്റൈൽകൊളൈൻ എന്ന് പറയുന്നതാണ് എന്താ പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഈ ATPയും പിന്നെ പ്രോട്ടിയോഗ്ലൈക്കാനും എന്ന് പറയുന്നത് സെക്കൻഡറി കോ ട്രാൻസ്മിറ്ററാണ്. കോ ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദേ വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എഫക്റ്റ് ഓഫ് പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിനൊരു ഇൻഹിബിഷനോ അല്ലെങ്കിൽ അതിൻ്റെ ആ റിലീസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ കോ ട്രാൻസ്മിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ സിനാപ്റ്റിക് വെസിക്കിൾസ് വിൽ കണ്ടെയ്ൻ ദ പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ, ഹിയർ അസറ്റൈൽകൊളൈൻ, ആസ് വെൽ ആസ് കോ ട്രാൻസ്മിറ്റർ ദാറ്റ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എഫക്റ്റ് ഓഫ് പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ. The neurotransmitter in vesicles will appear as a bead-like structure. അപ്പോൾ ഒരു bead-like structure ആയിട്ടായിരിക്കും കാണുന്നത്, known as varicocytes along the nerve terminal of the presynaptic neuron. So neurotransmitters in vesicle എങ്ങനെയായിരിക്കും കാണുന്നത്? ഒരു വാരിക്കോസൈറ്റ്സ് ആയിട്ടായിരിക്കും. അതിന് എന്താ പറയുക? ഒരു bead-like structure. അതിന് എന്താ പറയുന്നത്? വാരിക്കോസൈറ്റ്സ് along the nerve terminal. വാരിക്കോസൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3. Acetylcholine, release of acetylcholine when it is released. Okay, so acetylcholine is released all the time in small amount നിയർ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, എപ്പോഴും അസറ്റൈൽകൊളൈൻ ഒരു ചെറിയ എമൗണ്ടിൽ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലാർജ് എമൗണ്ടിൽ എപ്പോഴാണ് റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ വെൻ ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പഗേറ്റഡ്. വെൻ ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ റീച്ച് ദാറ്റ് ഏരിയ, ആ ഏരിയയിൽ, ആ നെർവ് എൻഡിങ്ങിൻ്റെ ഏരിയയിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ മാത്രമാണ് ലാർജ് എമൗണ്ടായിട്ട് അസറ്റൈൽകൊളൈൻ റിലീസ് ചെയ്യുന്നത്. സോ തൗസൻഡ്സ് ഓഫ് വെസിക്കിൾസ് ആർ ഡെയർ. ആ നെർവ് എൻഡിങ്ങിൽ ഒന്നോ രണ്ടോ അല്ല, തൗസൻഡ്സ് ഓഫ് വെസിക്കിൾസ് ആർ ഡെയർ അറ്റ് ദ നെർവ് എൻഡിങ്. സോ വെൻ ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ കം, more vesicles will fuse and there will be the release of acetylcholine. Okay, so when action potential come, there will be a wave of depolarization. Okay, wave of depolarization ആണ് ഉണ്ടാകുന്നത്, അതായത് influx of sodium. Okay, there will be the influx of sodium at cholinergic nerve ending, so that resting membrane potential എന്ന് പറയുന്നത് -70 millivoltൽ നിന്ന് ഒരു 10 millivoltലോട്ട് മാറും. ഓക്കെ, അതായത് ഡീപോളറൈസേഷൻ്റെ കറണ്ട് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് മൈനസിൽ നിന്ന് പോസിറ്റീവിലോട്ട് മാറാൻ തുടങ്ങും നെർവ് എൻഡിങ്. അപ്പോഴാണ് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ.
മെംബ്രെയിൻ ഓഫ് ദ നെർവ് എൻഡിങ് ഈസ് ഹാവിങ് ഡീപോളറൈസേഷൻ സെൻസിറ്റിംഗ് കാൽസ്യം ചാനൽ. അപ്പം ഈ മെംബ്രെയിനിൽ എന്തുണ്ട്, ഈ ഒരു വോൾട്ടേജ് സെൻസ് ചെയ്യുന്ന, അതായത് ഈ മൈനസിൽ നിന്ന് പോസിറ്റീവ് ആയി എന്ന് സെൻസ് ചെയ്യുന്ന എന്തുണ്ട്, കാൽസ്യം ചാനൽസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് കാൽസ്യം ചാനൽസ് ആർ നോർമലി ക്ലോസ്ഡ് ആസ് സൂൺ ആസ് ദ മെംബ്രെയിൻ ഗെറ്റ് ഡീപോളറൈസ്ഡ്, ദാറ്റ് ഈസ് they are voltage sensitive, the calcium channel will get open up. Calcium എന്ത് ചെയ്യും, ഓപ്പൺ അപ്പ് ആവും. സോ ദാറ്റ് കാൽസ്യം കംസ് ഇൻ, ഇൻഫ്ലക്സ് ഓഫ് കാൽസ്യം വിൽ ടേക്ക് പ്ലേസ്. ഓക്കെ, എന്തുകൊണ്ടാണ് കാൽസ്യം വെളിയിലോട്ട് പോകാത്തത്? കാൽസ്യം അകത്തോട്ടല്ലേ വരുന്നത്, എന്തുകൊണ്ട് കാൽസ്യം വെളിയിൽ പോകുന്നില്ല? ബിക്കോസ് കാൽസ്യം ഈസ് മോർ ഔട്ട്സൈഡ് ഇൻ ദ സെൽ. കാൽസ്യം വെളിയിലാണ് കൂടുതൽ. ഓക്കെ, സോ ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ, അതായത് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് വരുന്ന കണക്ക് ഫ്രം കാൽസ്യം മൂവ്സ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ അതായത് സെല്ലിനകത്തോട്ട് എൻറ്റർ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ കാൽസ്യം എൻറ്റർ ചെയ്തിട്ട് കാൽസ്യം എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ. കാൽസ്യം എന്ത് ചെയ്യും, ഇറ്റ് എലിവേറ്റഡ് കാൽസ്യം ലെവൽ പ്രൊമോട്ട് ദ ഫ്യൂഷൻ ഓഫ് സിനാപ്റ്റിക് വെസിക്കിൾസ് വിത്ത് ദ സെൽ മെംബ്രെയിൻ ആൻഡ് റിലീസ് ദെയർ കണ്ടൻറ്റ് ഇൻ ടു ദ സിനാപ്റ്റിക് സ്പേസ്. ഓക്കെ, ആ ഒരു വെസിക്കിള് മെംബ്രെയിനുമായിട്ട്, അതായത് നെർവ് എൻഡിങ്ങിൻ്റെ ആ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ത്, കാൽസ്യം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു once the calcium enter into the nerve ending, it help in the fusion of vesicles to the nerve membrane. ആ ഒരു നെർവിൻ്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഫ്യൂഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, അപ്പോൾ എങ്ങനെയാണ് അത് ഫ്യൂഷൻ നടക്കുന്നത്? ദർ ഇസ് എ നമ്പർ ഓഫ് പ്രോട്ടീൻസ് ലൈക്ക് സിനാപ്റ്റോടാഗ്മിൻ, സിനാപ്റ്റോബ്രെവിൻ, ന്യൂറെക്സിൻ, സിൻടാക്സിൻ. ഇതൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? വെസിക്കിൾസിലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സോണൽ മെംബ്രെയിനിലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആ ഫ്യൂഷൻ, ആ ഡോക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ അതുവഴി എന്ത് പറ്റും, ആ എക്സോസൈറ്റോസിസ് വഴി അസറ്റൈൽ കോളൈൻ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ സിനാപ്റ്റോബ്രെവിൻ, സിനാപ്റ്റോടാഗ്മിന് നിങ്ങൾക്ക് വെസിക്കിൾസിൽ കാണാൻ കഴിയും. കണ്ടോ, ഒരു റെഡ് കളറിലും പിന്നെ ആ ഒരു ഓറഞ്ച് കളറിലും കാണുന്നതാണ് സിനാപ്റ്റോബ്രെവിനും സിനാപ്റ്റോടാഗ്മിനും. സിൻടെക്സിൻ യു ക്യാൻ സീ ഇൻ ദ മെംബ്രെയിനിൽ കാണുന്നതാണ് സിൻടെക്സിൻ. സോ കാൽസ്യം എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ കാൽസ്യം വിൽ ബൈൻഡ് വിത്ത് സിൻടാക്സിൻ. കാൽസ്യം എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും, സിൻടാക്സിനുമായിട്ട് ബൈൻഡ് ചെയ്യും. സോ ഇറ്റ് അണ്ടർഗോ എ കൺഫോർമേഷണൽ ചേഞ്ച്. അപ്പോൾ അതൊരു കൺഫോർമേഷണൽ ചേഞ്ചിൽ അണ്ടർഗോ ചെയ്യും സച്ച് ദാറ്റ് സിനാപ്റ്റോബ്രാവിൻ ഇൻട്രാക്ട് വിത്ത് സിൻടെക്സിൻ. അപ്പോൾ സിനാപ്റ്റോബ്രാവിൻ വന്ന് എന്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, സിൻടാക്സിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. സോ ദേ പുൾ ഈച്ച് അതർ ആൻഡ് ദ വെസിക്കിൾസ് വിൽ ഫ്യൂസ് ദ മെംബ്രെയിൻ ആൻഡ് അസറ്റൈൽ കോളൈൻ ഈസ് റിലീസ്ഡ്. അപ്പം ഇതിന് തമ്മിലൊരു ഇൻട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, കാൽസ്യം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ന്യൂറോ ട്രാൻസ്മിഷൻ അറ്റ് കോളിനർജിക് ന്യൂറോൺസ്. എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നത്? സോ നമുക്കറിയാം നമ്മളുടെ ഇവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ ആണ്. അസറ്റൈൽ കൊളൈൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ്? കൊളൈനും അസറ്റൈൽ കോ എയും ആണ് അല്ലേ? എന്താണ്? അസറ്റൈൽ കോ എയും പിന്നെ കൊളൈനുമാണ്. സോ എവിടെ നിന്നാണ് ഈ കൊളൈൻ വരുന്നത്? ഫ്രം വെയർ യു വിൽ ഗെറ്റ് കൊളൈൻ. സോ കൊളൈൻ സാധാരണ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്നാണ് നമുക്ക് കൊളൈൻ കിട്ടുന്നത്. ഓക്കെ, ഇറ്റ് ഗോസ് ടു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എന്തുണ്ട്? നമ്മളെ നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ നെർവ് എൻഡിങ്ങിൽ നിന്ന് ത്രൂ സോഡിയം കൊളൈൻ ട്രാൻസ്പോർട്ടർ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഈ കൊളൈൻ നമ്മളുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് സോഡിയം കൊളൈൻ ട്രാൻസ്പോർട്ടർ വഴി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്തോട്ട്, അതായത് നെർവ് എൻഡിങ്ങിനകത്തോട്ട് എൻട്രി ചെയ്യുന്നു. ഓക്കെ, അപ്പം കൊളൈൻ അതായത് നമ്മളെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ കൊളൈൻ വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഈ കൊളൈൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മാത്രം വന്നാൽ പോരാ, നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തും കൊളൈൻ വരണം അല്ലേ? എങ്കിലല്ലേ അസറ്റൈൽ കൊളൈൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഹൗ കൊളൈൻ ഈസ് റീച്ചിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം? കൊളൈൻ ഒരിക്കലും ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിയില്ല. ദെൻ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം? അപ്പോൾ എന്ത് ചെയ്യും, കൊളൈൻ എന്ത് ചെയ്യും, മിടുക്കനായിട്ട് ഒരു ലിപ്പിഡുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും. കൊളൈൻ ഇറ്റ് കമ്പൈൻ വിത്ത് എ ലിപ്പിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇറ്റ് കൺവേർട്ട് ഇൻറ്റു ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫോസ്ഫാറ്റിഡൈൽ കൊളൈനായിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഈസിലി എൻ്റർ ഇൻ ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതുകൊണ്ട് അതിന് എവിടെ എൻ്റർ ചെയ്യാൻ പറ്റും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. where it break down and choline is released into the central nerve. Once
ലിപ്പിഡായിട്ട് മാറിയതിന് ശേഷം, അതായത് ഫോസ്ഫാറ്റിഡൈൽ കൊളൈനായിട്ട് മാറിയതിന് ശേഷം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എൻ്റർ ചെയ്യും. അവിടെ ചെന്നത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കൊളൈനായിട്ട് റിലീസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തുന്നത്, കൊളൈൻ എത്തുന്നത്. ഓക്കെ, അടുത്തത് നമ്മളുടെ അസറ്റൈൽ കോ എ, കൊളൈൻ എത്തി അസറ്റൈൽ കോ എ വരണം അല്ലേ, എങ്കിലല്ലേ അസറ്റൈൽ കൊളൈൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അസറ്റൈൽ കോ എ, ഫ്രം വെയർ വി ആർ ഗെറ്റിംഗ് അസറ്റൈൽ കോ എ? ഫ്രം മൈറ്റോകോൺട്രിയ. അപ്പം എല്ലാ നെർവ് എൻഡിങ്ങിലും എന്തുണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലേ. അപ്പോൾ ആ മൈറ്റോകോൺട്രിയയിൽ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്ത് സൈറ്റോസോളിലോട്ട് എന്ത് റിലീസ് ചെയ്യും, അസറ്റൈൽ കോ എ റിലീസ് ചെയ്യുന്നത്. അതെവിടെയെന്ന് വെച്ചാൽ ഈ പൈറുവിക് ആസിഡ്, പൈറുവേറ്റ്, ആ ഒരു ക്രെബ്സ് സൈക്കിളും ഒക്കെ ഇല്ല, സിട്രിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്, ഈ അസറ്റൈൽ കോ എ വരുന്നത്. ഓക്കെ, സോ ഈ അസറ്റൈൽ കോ എയും കൊളൈനും കൂടെ കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്, അസറ്റൈൽ കോ എയും കൊളൈനും കൂടെ കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്, അസറ്റൈൽ കൊളൈൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ അസറ്റൈൽ കൊളൈനും അസറ്റൈൽ കോ എയും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ചുമ്മാ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ഓൺ എൻസൈം. ഒരു എൻസൈമിൻ്റെ പ്രസൻസിലാണ് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ എൻസൈമിൻ്റെ പേരെന്താണ്, കൊളൈൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. എന്താണ് ആ എൻസൈമിൻ്റെ പേര്, കൊളൈൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് വിച്ച് ആക്ട് ഓൺ കോളിനർജിക് ട്രാൻസ്മിഷൻ. ഈ ഒരു കോളിനർജിക് ട്രാൻസ്മിഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സെമി സിന്തറ്റിക് സബ്സ്റ്റൻസ് ബൈൻഡ് വിത്ത് ദ കൊളൈൻ ട്രാൻസ്പോർട്ടർ. നമുക്ക് ആൾറെഡി ആദ്യമേ നമ്മൾ പറഞ്ഞു കൊളൈൻ സോഡിയം ട്രാൻസ്പോർട്ടർ ഉണ്ട് വിച്ച് ആക്റ്റീവ്ലി ടേക്സ് ഇൻസൈഡ് ദ കൊളൈൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ആ കൊളൈൻ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് ഹെമികോളിനിയം. സോ ദാറ്റ് നോ കൊളൈൻ ഈസ് ടേക്കൺ ഇൻസൈഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് ഡ്രഗ്. ട്രാൻസ്പോർട്ടർ ഓഫ് കൊളിൻ ഈസ് ഇൻഹിബിറ്റഡ് ബൈ ഹെമികോളിനിയം. അത് ഫസ്റ്റ് ഡ്രഗ്. സെക്കൻഡ് എന്ന് പറയുന്നത് വെസിക്കുലാർ അസറ്റൈൽ കൊളൈൻ ട്രാൻസ്പോർട്ടറാണ്. അതായത് അസറ്റൈൽ കൊളൈൻ സിന്തസൈസ് ചെയ്തിട്ട് നമ്മൾ ആ വെസിക്കിൾസിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ വെസിക്കിൾസിനകത്തോട്ട് സ്റ്റോർ ചെയ്യാൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ട്രാൻസ്പോർട്ടറിൻ്റെ പേര് വെസിക്കുലർ അസറ്റൈൽ കൊളൈൻ ട്രാൻസ്പോർട്ടറാണ്. അപ്പോൾ ആ ട്രാൻസ്പോർട്ടറിൻ്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് വെസാമൈക്കോൾ എന്ന് പറഞ്ഞ ഡ്രഗ്. വെസാമൈക്കോൾ. ഓക്കെ, സോ വെസാമൈക്കോൾ. ഓക്കെ, ആ ഡ്രഗ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ട്രാൻസ്പോർട്ടറിൻ്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ദാറ്റ് നോ അസറ്റൈൽ കൊളൈൻ ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ വെസിക്കിളിനകത്ത് അസറ്റൈൽ കൊളൈൻ്റെ സ്റ്റോറിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ദെർ വോണ്ട് ബി എനി അസറ്റൈൽ കൊളൈൻ ഇൻസൈഡ് ദ വെസിക്കിൾസ്. അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഈ ഇത് ആക്ട് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുന്നത് റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ്. ഡ്രഗ്സ് അല്ലെങ്കിൽ ടോക്സിൻ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബോട്ടുലിനം ടോക്സിൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അത് എക്സ്പെഷ്യലി ഈ ക്യാൻഡ് ഫുഡ്സിനകത്തൊക്കെ ആയിരിക്കും കൂടുതലും ബോട്ടുലിനം ടോക്സിൻ കാണുന്നത്. സോ എന്താണ് പ്രൊഡ്യൂസ് ബോട്ടുലിനിസം? ഓക്കെ, ടോക്സിൻ ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് ആൻഡ് കോസ് പാരാലിസിസ് ഓഫ് മസിൽ. നമുക്കത് മസിൽസിൻ്റെ പാരാലിസിസ് ആണ് തരുന്നത്. ബിക്കോസ് ഇറ്റ് സ്റ്റോപ്പ് റിലീസിങ് ഓഫ് അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പാരാലിസിസ് ഉണ്ടാകുന്നത്. സോ എങ്ങനെയാണിത് വരുന്നത്? ബോട്ടുലിനം ടോക്സിൻ എന്ന് പറഞ്ഞത് അത് സ്പെഷ്യൽ ട്രാൻസ്പോർട്ടർ വഴി എന്ത് ചെയ്യുന്നു, നെർവ് എൻഡിങ്ങിൽ എൻ്റർ ചെയ്യുന്നു.
So not all cholinergic nerve endings there won't be the transporter of botulinum toxin. എല്ലാ നെർവ് എൻഡിങ്ങിലും നമുക്ക് ബോട്ടുലിനിൻ ടോക്സിൻ്റെ ട്രാൻസ്പോർട്ടറിനെ കാണാൻ കഴിയില്ല. നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുള്ളൂ? ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ മാത്രമേ എന്ത് കാണാൻ കഴിയുള്ളൂ? ഈ ബോട്ടുലിനം ടോക്സിൻ്റെ ട്രാൻസ്പോർട്ടറിനെ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ദേ ടേക്ക് ബോട്ടുലിനം ടോക്സിൻ ഇൻസൈഡ് ദ നെർവ് എൻഡിങ്. ദേ ഹാവ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി. ഈ ഒരു ബോട്ടുലിനം ടോക്സിന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. സോ ഇറ്റ് സ്റ്റാർട്ട് ഡൈജസ്റ്റിംഗ് സിനാപ്റ്റോബ്രാവിൻ ആൻഡ് സിൻറ്റെക്സിൻ. നമ്മളുടെ 2 പ്രോട്ടീൻസ് ഇല്ലേ വെസിക്കിൾസിനകത്തും നെർവ് മെംബ്രെയിനിലുള്ള, അപ്പം ആ മെംബ്രെയിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. സോ ദാറ്റ് ദേ ആർ കാറ്റബോളൈസ്. സോ വെസിക്കിൾസ് കാൺ ഫ്യൂസ് ആൻഡ് അസറ്റൈൽകോളൈൻ ഈസ് നോട്ട് റിലീസ്ഡ് ആൻഡ് ദിസ് റിസൾട്ട് ഇൻ പാരാലിസിസ്. അത് കാരണമാണ് എന്തുണ്ടാകുന്നത്? പാരാലിസിസ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ബോട്ടുലിനം ടോക്സിൻ ആക്ട് ചെയ്യുന്നത്. പിന്നെന്ന് പറയുന്നത് ബ്ലാക്ക് വിഡോ സ്പൈഡറാണ്. ഓക്കെ, അതിൽ നിന്നൊരു ടോക്സിൻ റിലീസ് ചെയ്യും. അതിൻ്റെ പേര് ലാട്രോടോക്സിൻ എന്നാണ്. എന്താണ്? ലാട്രോടോക്സിൻ. സോ ദിസ് ലാട്രോടോക്സിൻ എൻ്റർ ദ നെർവ് എൻഡിങ്. നെർവ് എൻഡിങ്ങിൽ ഈ ലാട്രോടോക്സിൻ എൻ്റർ ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിനാപ്റ്റോബ്രാവിൻ ആൻഡ് സിൻറ്റെക്സിൻ. ആ സിനാപ്റ്റോബ്രാവിനും സിൻറ്റെക്സിനും തമ്മിലുള്ള ഇൻട്രാക്ഷനെ അതങ്ങ് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ലാർജ് എമൗണ്ട് ഓഫ് അസറ്റൈൽകോളൈൻ ഈസ് റിലീസ്ഡ്. അപ്പം എന്ത് സംഭവിക്കും? ലാർജ് എമൗണ്ട് ഓഫ് അസറ്റൈൽകോളൈൻ നമ്മളുടെ ആ സിനാപ്റ്റിക് ലെഫ്റ്റ് ഏരിയയിൽ റിലീസ് ചെയ്യും. റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് ലാക്രിമേഷൻ ഉണ്ടാവും, സലൈവേഷൻ ഉണ്ടാവും, ബ്രാഡിക്കാർഡിയ ഉണ്ടാവും, ക്രാംസ് ഉണ്ടാവും, മിക്സ്ചറൈസേഷൻ ഉണ്ടാവും, ഡിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ എന്തൊക്കെയാണ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി അതെല്ലാം നടക്കും. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ. അപ്പം അതിത്രയാണ് എന്താണ് നമ്മളുടെ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് അഫക്റ്റ് ചെയ്യുന്ന ടോക്സിൻസ്. ഓക്കെ, ബ്ലാക്ക് വിഡോ സ്പൈഡറിൻ്റെയും ബോട്ടുലിനം ടോക്സിനും. നോക്കിക്കേ, പാരാസിമ്പത്തറ്റിക് ന്യൂറോണിനെ കുറിച്ച്. ഇൻ കോൺട്രാസ്റ്റ് ടു സിമ്പത്തറ്റിക് സിസ്റ്റം, പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ആർ ലോങ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രീ ഗാംഗ്ലിയോണിക് നല്ല ലോങ് ആയിരിക്കും ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് സ്പൈനൽ കോഡിൽ നിന്ന് ആ എഫക്റ്റർ ഓർഗാൻ്റെ അടുത്തായിരിക്കും നമുക്ക് ഗാംഗ്ലിയ തന്നെ കാണാൻ കഴിയുക. ഓക്കെ, അപ്പം അതിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സിൻ്റെ ലെങ്ത്ത് കൂടുതലും, അതേസമയം പോസ്റ്റ് ഗാംഗ്ലിയോണിക്ക് ലെങ്ത്ത് കുറവുമായിരിക്കും. ഓക്കെ, സോ ദീസ് ഗാംഗ്ലിയ യു ക്യാൻ സീ നിയർ ദ ഓർഗാൻസിന് അടുത്തായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഗാംഗ്ലിയ കാണാൻ സാധിക്കുക. സ്റ്റെപ്പ് 5 ഡിഗ്രഡേഷൻ ഓഫ് അസറ്റൈൽകോളൈൻ. സോ വൺസ് അസറ്റൈൽകോളൈൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അസറ്റൈൽകോളൈൻ എസ്ട്രേസ് ഇറ്റ് ക്ലീവ്സ് അസറ്റൈൽകോളൈൻ ടു കൊളൈൻ ആൻഡ് അസറ്റേറ്റ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അസറ്റൈൽകോളൈൻ എസ്ട്രേസ്. എന്തൊക്കെയായിട്ടാണ്? അസറ്റൈൽകോളൈനും കൊളൈനുമായിട്ട്. സോ ഇത്രയാണ് ഡീഗ്രഡേഷൻ പാർട്ടിൽ നടക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ബ്യൂട്രൈൽ കോളിനെസ്ട്രേസ്. ഈ ബ്യൂട്രൈൽ കോളിനെസ്ട്രേസ് യു ക്യാൻ സീ ഇൻ പ്ലാസ്മ, അതായത് നമ്മൾ ബ്ലഡിൽ കാണുന്നതാണ് ബ്യൂട്രൈൽ കോളിനെസ്ട്രേസ്. സോ ഇഫ് യു ആർ ഇൻജെക്റ്റിംഗ് അസറ്റൈൽകോളൈൻ ഇൻ ടു ബ്ലഡ്, നമ്മൾ ബ്ലഡിനകത്തോട്ട് അസറ്റൈൽകോളൈൻ ഇൻജെക്റ്റ് ചെയ്താൽ that acetylcholine was rapidly destroyed by butyryl cholinesterase. Okay, but it does not play significant role in the termination of acetylcholine effect in the synapse. അപ്പോൾ സിനാപ്സിനകത്ത് ഇതങ്ങനെ വലിയ എഫക്റ്റ് ഒന്നുമില്ല, കൂടുതൽ ഇത് പ്ലാസ്മയിലാണ് കാണുന്നത്. ഇതിന് വേറൊരു പേരെന്ന് വെച്ചാൽ സ്യൂഡോ കോളിനെസ്ട്രേസ് എന്നാണ് ബ്യൂട്രൈൽ കോളിനെസ്ട്രേസിൻ്റെ വേറൊരു പേര്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് 6 റീസൈക്ലിംഗ് ഓഫ് കൊളൈൻ. അപ്പം മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു അസറ്റൈൽകോളൈൻ എസ്ട്രേസ് സ്പ്ലിറ്റ് ചെയ്യും. എന്തൊക്കെയായിട്ട്? അസറ്റൈൽകോളൈനെ അസറ്റേറ്റും കൊളൈനുമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. ഈ കൊളൈൻ വീണ്ടും നെർവ് ടെർമിനലിലോട്ട് റീക്യാപ്ചർ ചെയ്യും, അതായത് ത്രൂ
ഹൈ അഫിനിറ്റി അപ്ടേക്ക് സിസ്റ്റം വഴി ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട് വിച്ച് ഈസ് കപ്പിൾഡ് ബൈ സോഡിയം. ആ ട്രാൻസ്പോർട്ടർ വഴി കൊളൈൻ റീക്യാപ്ചർ ചെയ്യും. കൊളൈൻ ഈസ് കമ്പൈൻഡ് വിത്ത് അസറ്റൈൽ കോ എ ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം കൊളൈൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെ, ആ എൻസൈം ഉപയോഗിച്ച് രണ്ടും കമ്പൈൻ ചെയ്യും, അസറ്റൈൽ കൊളൈൻ ഫോം ചെയ്യും. ദെൻ അഗെയിൻ അസറ്റൈൽ കൊളൈൻ ഈ സ്റ്റോർഡ് ഇൻസൈഡ് ദ വെസിക്കിൾ. അപ്പോൾ എപ്പോഴാണോ നെക്സ്റ്റ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത്, എഗെയിൻ അസറ്റൈൽ കൊളൈൻ ഈസ് റിലീസ്ഡ് ഇൻ ടു ദി സിനാപ്റ്റിക് ഏരിയ. ഓക്കെ.